പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ഒക്ടോബർ മാസം 10-ാം തീയതി വെള്ളിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കൈകളൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? ഓർത്ത് നോക്കി, കഴിഞ്ഞ പകൽക്കാലം കർത്താവിൻ്റെ ചിറകിൻ്റെ മറവിൽ കർത്താവ് നമ്മളെ സൂക്ഷിച്ചു. അനർത്ഥങ്ങൾ, അപകടങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങളൊക്കെ നിറഞ്ഞ ഈ ലോകത്തിൽ കൺമണി പോലെ നമ്മളെ സൂക്ഷിച്ചു. കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട്, കൃപയ്ക്കായിട്ട് നമ്മുടെ കാര്യങ്ങളെ ഉയർത്തി നമുക്കൊന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. അപ്പ കഴിഞ്ഞ രാത്രികാലം നല്ല ഉറക്കം തന്ന് നമ്മളെ അനുഗ്രഹിച്ചതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞിട്ടുണ്ട്. ആ കാര്യം ഉയർത്തി പിടിച്ചുകൊണ്ട് പറയാം, കർത്താവേ, കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങളെ അത്ഭുതകരമായി സൂക്ഷിച്ചതിന് സ്തോത്രം, നല്ല ഉറക്കം തന്നതിന് സ്തോത്രം, അങ്ങ് ഞങ്ങളെ സംരക്ഷിച്ചതിന് സ്തോത്രം, രാത്രിയിലെ ഭയത്തിൽ നിന്നും ഇരുട്ട് സഞ്ചരിക്കുന്ന മഹാമാരിയിൽ നിന്നും കഴിഞ്ഞ രാത്രി ഞങ്ങളെ വിടുവിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം 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 സ്തോത്രം. അപ്പ ഈ പ്രഭാതത്തിൽ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ എഴുന്നേൽപ്പിച്ച കർത്താവിൻ്റെ കൃപയ്ക്കായിട്ട് സ്തോത്രം. ഞങ്ങൾ എഴുന്നേറ്റതല്ല, കർത്താവ് ഞങ്ങളെ എഴുന്നേൽപ്പിച്ചതാകിയാൽ സ്തോത്രം. അതെ അപ്പ, അങ്ങ് ഞങ്ങളെ താങ്ങി എഴുന്നേൽപ്പിച്ചു, അതിനായിട്ട് സ്തോത്രം. അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് എഴുന്നേൽപ്പിച്ചു, അതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. ക്രിസ്തയേശുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. ആമേൻ. താങ്ക് യു ജീസസ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. കരങ്ങളെ ഉയർത്തി ഒന്നുകൂടെ പറഞ്ഞ്, എൻ്റെ കർത്താവ് നല്ലവനാകുന്നു, എൻ്റെ കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളതാകുന്നു. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളതാകുന്നു. എന്നോടുള്ള സ്നേഹം, ആമേൻ, അത് വലിയതാകുന്നു. എല്ലാത്തിനും ഞങ്ങൾ ഈ പ്രഭാതി സ്തോത്രം പറയുന്നപ്പാ, എല്ലാത്തിനും ഈ പ്രഭാതി ഞങ്ങൾ സ്തോത്രം പറയുന്നു. അങ്ങയുടെ വൻ കൃപകൾക്കായിട്ട് സ്തോത്രം, അങ്ങയുടെ മഹാകരുണയ്ക്കായിട്ട് സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ ഉയർത്തുന്നു, ആ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നു, ആ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നു. യേശു എന്ന നാമത്തെ ഉയർത്തുന്നു, സകല നാമത്തിലും മേലായ യേശുവിൻ്റെ നാമത്തെ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഉയർത്തുന്നു. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അങ്ങ് ഇന്ന് പകൽക്കാലം ചെയ്യുന്ന എല്ലാ അത്ഭുതങ്ങൾക്കായിട്ടും സ്തോത്രം. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യത്തിനായിട്ട് സ്തോത്രം, അങ്ങയുടെ നിറവിനായിട്ട് സ്തോത്രം, അങ്ങ് കൈപിടിച്ച് നടത്തുന്നതിനായിട്ട് സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെയും വ്യക്തിപരമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ കുടുംബത്തിൽ എല്ലാവരും സന്തോഷവും സമാധാനവും അനുഭവിക്കട്ടെ. ഇവരുടെ കുടുംബത്തിൽ എല്ലാവരും രക്ഷ പ്രാപിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ദൈവിക സമൃദ്ധി ഇവരുടെ കുടുംബത്തിനകത്തുണ്ടാകട്ടെ. ദൈവിക സമാധാനം ഇവരുടെ കുടുംബത്തിനകത്തുണ്ടാകട്ടെ. കർത്താവെ, കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കുഞ്ഞുങ്ങൾ കർത്താവിനെ അറിഞ്ഞ് ജീവിക്കുന്ന ഭവനമായി മാറട്ടെ. പ്രത്യേകിച്ച് കർത്താവെ, ഹല്ലേലൂയ, സ്തോത്രം, സാമ്പത്തികമായ സകല ആവശ്യങ്ങളിലും അങ്ങനെ വലിയ കൃപയുണ്ടാകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിന് വലിയ ഇടപെടൽ ഉണ്ടാകണം. ഇവർ കുടുംബമായി ആത്മാവിൽ നിറവുള്ളവരായി ജീവിക്കട്ടെ, ആത്മാവിൽ നിറവുള്ളവരായി ജീവിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ മുന്നേറുന്നവരായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ, ഇവരുടെ ഇടയിൽ കർത്താവേ രോഗികളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ശിരസ് മുതൽ ഉള്ളങ്കാൽ വരെ ദൈവശക്തി വ്യാപരിക്കട്ടെ. ശിരസ് മുതൽ ഉള്ളങ്കാൽ വരെ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. എല്ലാ അബ്നോർമാലിറ്റീസും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. എല്ലാ ബലഹീനതകളും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ദൈവിക രോഗ സൗഖ്യം യേശുവിൻ്റെ നാമത്തിൽ വ്യാപരിക്കട്ടെ. എല്ലാ സ്കിൻ ഇഷ്യൂസും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. മുടി കൊഴിയുന്ന അസ്വസ്ഥതകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. എല്ലാ ഓസ്റ്റിയോ ആർത്രൈറ്റിസും, മുട്ടിനകത്തുണ്ടായിരിക്കുന്ന രോഗങ്ങളും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അസ്ഥികൾ പൊടിഞ്ഞു പോകുന്ന രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ജോയിൻറ്റുകൾ സ്റ്റിഫാകുന്ന, ആമേൻ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ കൈകൾക്ക് വിറയലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ആമേൻ ആമേൻ ആമേൻ, കൈ വിറച്ച്, ആമേൻ, ഒരു സൈഡിലോട്ട് പോകുന്ന അനുഭവങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവ് ചെയ്ത അത്ഭുതത്തിന് നന്ദി പറയുന്നു. ദൈവിക
ഇടപെടലുകൾക്കായിട്ട് സ്തോത്രം. ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് സഭായോഗമാണല്ലോ. ഞങ്ങൾ സഭായോഗത്തെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. മഹത്വം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന സഭായോഗമായി തീരട്ടെ. ആത്മശക്തി കൊണ്ട് ആമേൻ നിറഞ്ഞു നിൽക്കുന്ന സഭായോഗമായി മാറട്ടെ. കർത്താവിൻ്റെ വലിയ മഹിമ കാണുവാൻ കർത്താവ് സഹായിക്കണം. ജനമൊഴുകി വരുന്നതിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രിയ ദൈവമക്കളെ, ഇന്ന് കർത്താവ് അനുവദിച്ചാൽ ഇന്ത്യൻ സമയം രാവിലെ 8 മണിയോടുകൂടെ നമ്മുടെ സഭായോഗം ആരംഭിക്കും. പ്രാർത്ഥനയോടുകൂടെ നിങ്ങളതിൽ പങ്കെടുത്താൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. 2 തിമോഥെയോസിൻ്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 2 തിമോത്തി ചാപ്റ്റർ നമ്പർ 3 വേഴ്സ് 5. ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. പൗലോസ് അപ്പോസ്തലൻ തിമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ അന്ത്യകാലഘട്ടത്തിൽ ഉണ്ടാകാൻ പോകുന്ന ആത്മീക വീഴ്ചകളെക്കുറിച്ച്, മൂല്യച്യുതികളെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുകയാണ്. ആമേൻ. അതിനകത്ത് പറയുന്നു, ആദ്യം തൊട്ട് പറയുന്നു, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും, മനുഷ്യർ സ്വസ്നേഹികളാകും എന്ന് പറഞ്ഞ് താഴോട്ട് വന്നിട്ടാണ് ഈ പറയുന്നത്. അപ്പം എന്താ പറയുന്നത്? ഒത്തിരി പേര് പുറമേ ദൈവഭക്തി ഉള്ളവരായിരിക്കും, പുറമേ പള്ളിയിൽ പോകുന്നവരായിരിക്കും, ആരാധനയിൽ പങ്കെടുക്കുന്നവരായിരിക്കും, ഭയങ്കര റിലീജിയസ് ആയിരിക്കും. പക്ഷേ അവർ യഥാർത്ഥമായിട്ടുള്ള ദൈവശക്തിയെ ത്യജിച്ച് കളയുന്നവരായിരിക്കും. അല്ലെങ്കിൽ രൂപാന്തരം തരുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ അവർ ത്യജിക്കുകയും, ആമേൻ, അവരുടെ ജീവിതത്തിൽ എന്താ പറയുന്നത്, ഒരു പേരിനുള്ള ആ ദൈവികതയുണ്ടാകും. പേരിനുള്ള ദൈവികത, ആമേൻ. അതായത് ഔട്ട്വേർഡ് ഷേപ്പ്, പുറമേ അപ്പിയറൻസ് ഓർ പാറ്റേൺ ഓഫ് ഡിവോഷൻ, ആമേൻ. അതായത് യഥാർത്ഥമായ എസൻസ് ഇല്ലാതെ, യഥാർത്ഥമായ ഒരു ദൈവീകത ഉള്ളിലില്ലാതെ പുറമേ ഉള്ള ദൈവീകത ഉള്ളവരുണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് അന്ത്യകാലഘട്ടം എന്ന് പറയുന്നത്. അതായത് പള്ളിയിൽ പോകുന്നുണ്ടോ? ഉണ്ട്. ആരാധനിക്കാൻ പാട്ട് പാടുന്നുണ്ടോ? പാട്ട് പാടുന്നുണ്ട്. പള്ളിയിലെ കാര്യങ്ങളിലെല്ലാം മുൻപന്തിയിലാണോ? മുൻപന്തിയിലാണ്. വിശ്വാസിയാണെന്ന് പേരുണ്ടോ? വിശ്വാസി എന്ന് പേരുണ്ട്. പക്ഷേ ഇത് റിയൽ സബ്സ്റ്റൻസ്, ഒറിജിനാലിറ്റി, ആ ദൈവികതയുടെ ഒറിജിനാലിറ്റി ഇല്ല. പുറമേ എല്ലാം ഉണ്ട്, പക്ഷേ അകത്ത് ഒന്നും കാണാൻ കഴിയുന്നില്ല. ആമേൻ. അവരുടെ ഇൻസൈഡിലൊന്നുമില്ല. അപ്പം ഇത് പരിശുദ്ധാത്മാവ് ഇതിനെ ശാസിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ അന്ത്യകാലത്ത് ജീവിക്കുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ കൂടെ യഥാർത്ഥമായി നടക്കുന്നവരായിരിക്കും. ആമേൻ. കർത്താവ് എപ്പോഴും പുറമേ ഉള്ളത് കണ്ട്, അല്ലെങ്കിൽ പുറമേ ഉള്ള നമ്മുടെ ഒരു മതപരമായ ചടങ്ങുകൾ കണ്ട് സന്തോഷിക്കുന്ന ദൈവമല്ല. കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മുടെ ഹൃദയത്തിന് രൂപാന്തരം ഉണ്ടാകണമെന്നാണ്. ആമേൻ, ആമേൻ. അതായത് പുറമേ ഉള്ള താൽക്കാലികമായ ചില മാറ്റങ്ങൾ, പുറമേ നമുക്ക് കാണാൻ പറ്റുന്ന ചില വസ്ത്രധാരണത്തിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഇതിലുള്ള മാറ്റങ്ങളല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് യഥാർത്ഥമായ ജീവിത വിശുദ്ധിയോടുകൂടെ ദൈവീകത കർത്താവിൽ നിന്നുള്ളത് നമ്മുടെ മേൽ പുറത്തു വരും. പഴയ കാലത്ത്, യേശുക്രിസ്തുവിൻ്റെ കാലത്ത് പരീക്ഷന്മാരുണ്ടായിരുന്നു. ആമേൻ. അവരെങ്ങനെയായിരുന്നു? അവരെക്കുറിച്ച് കർത്താവ് പറഞ്ഞു, നിങ്ങൾ വെള്ള തേച്ച ശവക്കല്ലറകൾ പോലെ. പുറമേ നോക്കുമ്പോൾ നല്ല മനോഹാരിതയാണ്, നല്ല വൈറ്റ് പെയിൻ്റാണ്, പക്ഷേ അകത്തെന്തുവാ? ആമേൻ, ചീഞ്ഞ് അളിഞ്ഞ അസ്ഥികളും മാംസങ്ങളുമാണ്. ആ ഒരു അനുഭവത്തിൽ ഉള്ള അനുഭവമല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. എന്നാൽ കൊർന്നല്യോസിനെ കുറിച്ച് പറയുന്നുണ്ട്. അവൻ നീതിമാനായിരുന്നു, ഭക്തനായിരുന്നു, പുറമേ മാത്രമല്ല അകവും ഒരുപോലെ ദൈവത്തോട് ചേർന്ന് നിന്നൊരു മനുഷ്യനായിരുന്നു. അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പൗലോസ് പറഞ്ഞതുപോലെ ഇന്ന് ഞാനല്ല ജീവിക്കുന്നത്, എന്നിൽ ആര് ജീവിക്കണം? ക്രിസ്തു ജീവിക്കുന്നവരായിരിക്കണം. പുറമേ ഉള്ളതല്ലത്, അത് അകമേ ഉള്ളത്. ക്രിസ്തു അകമേ ജീവിക്കുക. അപ്പം നമ്മളിൽ നിന്ന് ഒരു അകത്ത് ക്രിസ്തു ജീവിക്കുമ്പോൾ പുറത്ത് ആ ക്രിസ്തുവിൻ്റെ സ്വഭാവവും ക്രിസ്തുവിൻ്റെ വിചാരങ്ങളും വാക്കുകളും രൂപങ്ങളും എല്ലാം പുറത്തു വരാൻ തുടങ്ങും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ നമ്മളൊന്ന് നമ്മളെ തന്നെ ശോധന ചെയ്യണം. നമുക്ക് പുറമേ മാത്രമേ ദൈവീകതയുള്ളോ അതോ അകമയും ദൈവീകതയുണ്ടോ? നമ്മളിൽ അകമയും ദൈവീകതയുണ്ടോ? നമ്മളിൽ അതോ പുറമേ ഉള്ള ഒരു ചടങ്ങായിട്ടാണോ നമ്മൾ ദൈവത്തെ കാണുന്നത്? നമ്മുടെ ജീവിതം അങ്ങനാണോ? അങ്ങനാണെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവിനോട് പറയണം, പരിശുദ്ധാത്മാവേ, ആമേൻ, ഒരു യഥാർത്ഥ വ്യക്തിയാക്കി എന്നെ മാറ്റണം. റിയൽ ബിഫോർ യു. ദൈവസന്നിധിയിൽ യഥാർത്ഥ മനുഷ്യനാക്കി മാറ്റണം. ആമേൻ. ക്രിസ്ത്യാനിറ്റി ആമേൻ അങ്ങനല്ല, ഒരു പെർഫോമൻസ് അല്ല, ഒരു നാടകമല്ല, ജീവിക്കുവാനുള്ളതാണ്. ആ ജീവിതമാക്കി എന്നെ മാറ്റണം. ഹല്ലേലൂയ. അകത്തും പുറത്തും രഹസ്യത്തിലും പരസ്യത്തിലും ആ ജീവിത വിശുദ്ധി സൂക്ഷിച്ച്, ആമേൻ, പുറമേ ഹല്ലേലൂയ പറയുക മാത്രമല്ല അകമേയും പുറമേയും ഒരുപോലെ ദൈവത്തെ ആരാധിച്ച്, ആമേൻ,
കർത്താവെ മുന്നേറുവാൻ എനിക്ക് കൃപ തരണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം ഈ എൻ ടൈമിൽ ഒത്തിരി കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഗോഡ്ലിനെസ്, ദൈവീകത നമ്മളിൽ നിന്ന് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം നമ്മുടെ ചുറ്റും അങ്ങനെയുള്ളവർ വലിയ കൂട്ടങ്ങളുണ്ടാകുമ്പോൾ ഇന്ന് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് വിശ്വാസത്തിൽ അടിയുറച്ച് അവൻ പുറമേ മാത്രമല്ല അകമയും പുറവും ഒരുപോലായി തീരുവാൻ പ്രാർത്ഥിക്കണം കേട്ടോ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഇന്ന് ഈ ശബ്ദം കേട്ട എല്ലാവരെയും ഓർത്ത് സ്തോത്രം പറയും. കർത്താവെ, ഞങ്ങൾ പുറമേ ഉള്ള അഭിനേതാക്കളാകാതെ അകവും പുറവും ഒരുപോലെ കർത്താവിനെ പോലായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം. വേഷം കെട്ടല്ല കർത്താവെ, ഒറിജിനലായി മാറുവാൻ സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കരങ്ങൾ ഉയർത്തി പറഞ്ഞാണ്ട് ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു പെരുകും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.